സാരി സ്കിപ്പ് ചെയ്യൽ പോലെ ഞാനൊരു കാര്യം പറയാം. നമുക്ക് പറ്റിയൊരു കാര്യമാണ് പറയുന്നത്. ഇന്നല്ല, നമുക്ക് സ്ഥിരമായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഷൂസിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ഷൂസിൻ്റെ ഓർഡർ കൊടുക്കാറുണ്ട്. അതായത് നമുക്ക് എന്താ പറയുക, ഒറിജിനലിൻ്റെ സെയിം ക്വാളിറ്റി, സെയിം ഡ്യൂറബിലിറ്റിയും, പിന്നെ നമ്മൾ 6 മാസം ഗ്യാരണ്ടി അടക്കമുള്ള ഷൂസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഏകദേശം റേറ്റ് 3000-ൻ്റെ അടുത്ത് റേറ്റ് വരും. പക്ഷേ നിങ്ങൾക്ക് ഒറിജിനൽ എങ്ങനെ യൂസ് ചെയ്യുന്ന ആ സെയിം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് നമുക്ക് ഡൽഹി, ശരിക്കും പറഞ്ഞാൽ ഇത് വിൽക്കുന്നത് അങ്ങനെ നിയമപരമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഡൽഹി, ഹരിയാന ബോർഡറിലായിരിക്കും ഗോഡൗണുള്ളത്. അപ്പോൾ അവിടെ പോയി നമ്മൾ എടുത്ത് അയക്കുന്ന സാധനം അയക്കുന്നത്. ഒരു 4 ഓർഡർ 5 ഓർഡറൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റ് സാധനം എടുത്തിട്ട് അയക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് ഫോട്ടോ എല്ലാം അയച്ച് കൊടുത്ത് കാര്യങ്ങൾ ആൾക്കാർ ഓക്കെയാണ്, ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധനം അവിടെ പോയി എടുക്കാറുള്ളൂ. നമുക്ക് ഇന്നലെ വന്നൊരു സംഭവം ഞാൻ പറയുന്നത്. നമുക്ക് 4 ഓർഡർ കിട്ടി. ഞാൻ അവിടെ പോയി സാധനം എടുത്തു, ലൈവായിട്ടുള്ള വീഡിയോ അയച്ചു കൊടുത്തു. ഒരാളെ ഞാൻ കോൾ ചെയ്തു, ബ്രോ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, സാധനം എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്തു. ഒരാളങ്ങനെ. പിന്നെ രണ്ടാമത്തെ ആളെ നമ്മൾ ഇതുപോലെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞപ്പം നമ്മൾ ഫോട്ടോ എല്ലാം എടുത്തു, ലൈവ് വീഡിയോ എല്ലാം കാണിച്ചു, സാധനം ഇഷ്ടപ്പെട്ടു, ഞാൻ ഫണ്ട് ചെയ്യാനുള്ളത് QR കോഡ് അയച്ചു തന്നു. QR കോഡ് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് റിപ്ലൈ ഇല്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ കട്ട് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ബ്രോ സാധനം എനിക്കിപ്പോൾ വേണ്ട, എനിക്ക് പിന്നെ ഒരു ദിവസം മതി എന്ന് പറഞ്ഞു. ഓൾറെഡി സംസാരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയതാണ്. നമ്മൾ ഇത്രയും മെനക്കെടുന്നതാണ്, മനസ്സിലായില്ല, ഇത്രയും ദൂരം പോയിട്ട് സാധനം എടുക്കുന്ന. പിന്നെ മൂന്നാമത്തെ ആളെ ഇതുപോലെ കാണിച്ചപ്പം പുള്ളിക്ക് സാധനം എല്ലാം വേണം, വീഡിയോ കോളിൽ ചെയ്ത് കാണാൻ ഇഷ്ടപ്പെട്ടു. പിന്നെ പെട്ടെന്ന് ബ്രോ പറഞ്ഞു, ബ്രോ എനിക്ക് ഈ മോഡലല്ല, വേറൊരു മോഡലാണ് വേണ്ടത്, ഈ മോഡൽ ഇപ്പോൾ വേണ്ട, വേറൊരു മോഡൽ വേണമെന്ന് പറഞ്ഞു. ഓൾറെഡി സാധനം പറഞ്ഞ് മോഡലെല്ലാം അവരുടെ സൈസ് അനുസരിച്ച് എല്ലാം എടുത്തു വെച്ചേക്കുവാണ്. എനിക്ക് ഈ മോഡൽ വേണ്ട, വേറൊരു മോഡലാണ് വേണ്ടത്, ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ് അതും കട്ട് ചെയ്തു. നാലാമത്തെ ആളാണ് നമുക്ക് വേണ്ടി സാധനം മേടിച്ചത്. മനസ്സിലായി, 4 പേർക്ക് വേണ്ടി ഓർഡറായിട്ട് പോയതാണ്. അതിനകത്ത് ആകെപ്പാടെ മേടിച്ച ഒറ്റ ആൾ മാത്രം. എന്തിനാ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെ പ്ലേസ് ഓർഡർ ചെയ്യരുത്, നമ്മൾ ഇവിടുന്ന് അവിടെ പോയി ഗോഡൗണിൽ പോയി സാധനം എടുത്ത് നിങ്ങൾക്ക് അയക്കുന്ന. പ്ലീസ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഓർഡർ ചെയ്യരുത്. നമുക്ക് കഷ്ടപ്പാട് തന്നെയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, കഷ്ടപ്പാടുണ്ട്. ഇവിടുന്ന് സാധനം ഓർഡർ എടുത്ത് അവിടെ വരുന്നത്. നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ലൈവ് വീഡിയോ ഞാൻ ഫോട്ടോയും എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് ഓൾറെഡി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു, കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല. ഇഷ്ടപ്പെട്ടില്ലെന്ന് അടുത്ത പ്രാവശ്യം എടുത്തോളാം എന്തെങ്കിലും പറഞ്ഞു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അവിടെ പോയി സാധനം എടുക്കാൻ ചെന്നു. അവിടുന്ന് സാധനം എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ വേണ്ടെന്ന് ദയവ് ചെയ്ത് പറയല്ലേ. അങ്ങനെയൊക്കെ ആൾക്കാർ ഇനിയും സാധനം ഓർഡർ ചെയ്യുവാണെങ്കിൽ ദയവ് ചെയ്ത് അത് ക്യാൻസൽ ചെയ്തേക്കണം, നേരത്തെ ഞങ്ങളടുത്ത് പറഞ്ഞേക്കണം. ഇത് പറയാൻ വേണ്ടി പറഞ്ഞത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്.